ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അരുന്ധതി അമ്മായി ഗൗതത്തിനോട് പറയുകയാണ്, ഗൗതം 28 കെട്ട് വരെ ഒന്ന് സഹിക്കുക. ഏതായാലും ദേ നന്ദ പ്രസവിച്ചിട്ടില്ല. പ്രസവ വേദന എന്താണെന്ന് നന്ദയ്ക്ക് അറിയാനും പാടില്ല. ഈ ഒരു വേദന അതൊരു പ്രസവ വേദനയായിട്ട് അവൾ കണക്ക് കൂട്ടിയാൽ മതി. 28 കെട്ട് വരെയുള്ളല്ലോ, അതോടുകൂടി തന്നെ ഞാൻ എല്ലാം അവസാനിപ്പിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തെ ആശ്വാസപ്പെടുത്തുകയാണ്. അങ്ങനെ ആ 28 കെട്ട് ദിവസം വരികയാണ് ഇന്ദീവരത്തിൽ. ഇന്ദീവരത്തിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് ഭയങ്കര ഒരു സന്തോഷത്തിലാണ്, ആഘോഷവും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമ്മുടെ ഗൗതം ആണെങ്കിൽ വിളക്കിൻ്റെ മുന്നിലിരിക്കുകയും ചെയ്യണം. അപ്പോഴാണ് പിങ്കി കുഞ്ഞിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുകയാണ്, അതെ ഏട്ടത്തി എന്നെ കുഞ്ഞിനെ മേടിച്ചിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കണം, അതായത് ഗൗതത്തിൻ്റെ കയ്യിലേക്ക് കൊടുക്കണം, ഗൗതം തന്നെ പേര് വിളിക്കട്ടെ എന്ന് പറയുക. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി അമ്മയ്ക്ക് വളരെയേറെ സന്തോഷം. ദൈവമേ, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ടുള്ള എനിക്ക് ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ, വളരെയേറെ സന്തോഷം നിറഞ്ഞ കാര്യമാണ്, എനിക്കിതൊട്ടും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി ആണെങ്കിൽ നേരെ പിങ്കിയുടെ അടുത്തേക്ക് ചെല്ലുക. പിങ്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതേ കുഞ്ഞിനൊരു പേര് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നമ്മുടെ അർജുൻ പോയതിന് ശേഷം ഈ വീട് ഇരുട്ടിലായിപ്പോയി. അങ്ങനെ 3 വർഷം കാത്തിരുന്നിട്ടാണ് ഇന്ദീവരത്തിലതേ ഒരു അനന്തരാവകാശം ഉണ്ടായിരിക്കുന്നത്. അത് അർജുനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. കാരണം അർജുന് ഏറ്റവും പ്രിയപ്പെട്ട ഗൗതത്തിൻ്റെ കുഞ്ഞ് തന്നെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട്, താ പിങ്കി എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ താ. അങ്ങനെ പിങ്കി കുഞ്ഞിനെ എടുത്ത് അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അരുന്ധതിയാണെങ്കിൽ, മോനെ ഗൗതം ഇന്നാ കുഞ്ഞിനെ പിടിച്ചോ, എന്നിട്ട് അവൻ്റെ ചെവിയിൽ പേര് ഓതണോട്ടോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ, കുഞ്ഞിൻ്റെ അച്ഛൻ മാത്രം മതിയോ, കുഞ്ഞിൻ്റെ അമ്മ ഇരിക്കണ്ടേ, കുഞ്ഞിൻ്റെ അമ്മ വന്ന് അച്ഛൻ്റെ അടുത്ത് ഇരുന്നോ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയും വരികയാണ്, നന്ദയും വരികയാണ് ഒരുമിച്ച്. ഇത് കണ്ട് നമ്മുടെ പവിത്രയുടെ അമ്മായിയമ്മ പറയുക, അല്ല ഇതെന്താ കുഞ്ഞിന് 2 അമ്മമാരോ, ഇതെവിടത്തെ ന്യായം, ഇതെങ്ങനെ ശരിയാവും, ഇതൊന്നും ശരിയാവില്ല, കുഞ്ഞിന് ഒരമ്മയല്ലേ പാടുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് അരുന്ധതിയാണെങ്കിൽ, സാരമില്ല ആയിക്കോട്ടെ, ഇവനെ 2 അമ്മമാരാണ്, ഒന്ന് പ്രസവിച്ച അമ്മ, ഒന്ന് യഥാർത്ഥ അമ്മ, അതാണ് 2 അമ്മമാരാണ്, 2 അമ്മമാർ ഇരുന്നോട്ടേന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വഴക്ക് അവിടെ ഒഴിവാക്കിയ. അങ്ങനെ പിങ്കിയും അതേപോലെ തന്നെ നന്ദയും കൂടി ഗൗതത്തിൻ്റെ അടുത്തിരിക്കുക. ഗൗതത്തിന് പിങ്കിയെ കാണുമ്പോൾ ആകെ വല്ലാത്തൊരു അരിശം വരുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാം, ഇതെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ നന്ദ തന്നെ കുഞ്ഞിനെ ഇതാക്കുകയും അതേപോലെ തന്നെ ഗൗതം കുഞ്ഞിൻ്റെ അരയിൽ ആ ഒരു ചരട് കെട്ടുകയും ഗൗതം കുഞ്ഞിൻ്റെ ചെവിയിൽ 3 പ്രാവശ്യം അഭിമന്യു എന്ന് വിളിക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ പിങ്കിയെ ഇതിലും ഏർപ്പെടുത്തുന്നില്ല. അങ്ങനെ പിങ്കിക്ക് അരിശം വന്നിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുകയാണ് പിങ്കി. അങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഗിരിജയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഗിരിജ പിങ്കിയുടെ അടുത്തേക്ക് നേരെ ചെന്നിട്ട്, പിങ്കി നീ എന്താ നോക്കി നിൽക്കുന്നത്, ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ, നീ അപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ അകത്തൊക്കെ കയറിപ്പോ, ഇനി അവരുടെ അടുത്ത് ഇരിക്കേണ്ട ആദ്യം കുഞ്ഞ്, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് നിനക്കാവും പ്രശ്നം. അങ്ങനെ പിങ്കി ഗൗതത്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, ഗൗതം ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ, ഇനി കുഞ്ഞിനെ താ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും, അതെന്തിനാ കുഞ്ഞിനെ തരുന്നത്, കുഞ്ഞിന് പാല് കൊടുക്കണം. അപ്പം നന്ദ ചോദിക്കുകയാണ്, കുഞ്ഞ് കരയുന്നില്ലല്ലോ, പിന്നെ എന്തിനാ പാല് കൊടുക്കുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാല് കുടിക്കാനുള്ള സമയം അവനായി, അതുകൊണ്ട് അവന് പാല് കൊടുത്തേ മതിയാവുള്ളൂ, ഗൗതം ഇങ്ങനെ കുഞ്ഞിനെ തന്നണ്ടേ എന്നും പറഞ്ഞ് ഗൗതത്തിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നേരെ പോവുകയാണ്. അതൊന്നും നമ്മുടെ അരുന്ധതിയമ്മയെ കാര്യമൊക്കെ എടുത്തുന്നില്ല. പക്ഷേ ലക്ഷ്മിക്കും അതേപോലെ തന്നെ മോഹിനിക്കും ഒന്നും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ പിങ്കിയുടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. അങ്ങനെ നന്ദയ്ക്കാണെങ്കിൽ അത് വല്ലാത്തൊരു സങ്കടം തോന്നി. കാരണം കുഞ്ഞിനെ കുറച്ച് താലോലിക്കാൻ പോലും സമയം പിങ്കി കൊടുത്തില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നന്ദ വളരെയേറെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. ഗൗതത്തിനും അത് സങ്കടമായി. കാരണം ഈ ഒരു ചടങ്ങ് നടന്നിട്ട് പോലും ഈ നല്ല വാക്ക് പറയാൻ പോലും കിട്ടുന്നില്ലല്ലോ കുഞ്ഞിനെ എന്നൊക്കെ ആലോചിച്ചിട്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ അരുന്ധതി എല്ലാവരെയും വിളിച്ചു വരുത്തുകയാണ്. ചടങ്ങുകളെല്ലാം അവസാനിച്ചല്ലോ, നല്ല ഭംഗിയായിട്ട് തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു, ഇനി വേറൊരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി ഇവിടെ നടക്കാനുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇനി എന്താണാവോ ഇത്ര പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കാനുള്ളത് എന്നാണ് ആലോചിച്ച് നിൽക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയോട് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതെ, പിങ്കി ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടേ. അങ്ങനെ പിങ്കിയും പിങ്കിയുടെ ചിറ്റയും കൂടി വരിക. ചിറ്റയും കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയോട് ചോദിക്കുകയാണ്, എന്താ പിങ്കി ഇത്ര ലേറ്റ് ആയത്, പിങ്കിയെ വിളിച്ചല്ലേ. അല്ല, അത് പിന്നെ അമ്മായി കൊച്ചു നല്ല ഉറക്കമായിരുന്നു, പിന്നെ അമ്മായി വിളിച്ചതുകൊണ്ട് മാത്രമാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നത്, അവൻ നല്ല ഉറക്കത്തിലാണ്, അതൊന്നും സാരമില്ല, 28 കെട്ട് ചടങ്ങുകളെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞല്ലോ, ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇവിടെ നടക്കാനുണ്ട്. പിങ്കി ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ തന്നു,
അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഈ കുഞ്ഞിനെ പിങ്കി ഞങ്ങൾക്ക് തന്നതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഈ ഒരു പൊന്നോമനയെ പ്രസവിക്കാനായിട്ടും അവൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനായിട്ട് നീ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതിന് ഞങ്ങളെല്ലാവരുടെയും ഒരുപാട് നന്ദിയുണ്ട് നിനക്ക്. ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഞങ്ങൾക്ക് വളരെയേറെ വളരെയേറെ നന്ദിയുണ്ട്, ഞങ്ങൾക്ക് ആശ്വാസമുണ്ട് എന്നിങ്ങനെ അരുന്ധതി പറയുക. അപ്പം അരുന്ധതിയുടെ ആ ഒരു പറച്ചിലിന് എന്തൊക്കെയൊരു പന്തികേട് തോന്നുകയാണ് പിങ്കിക്ക് വല്ലാത്തൊരു ഡൗട്ടും. അങ്ങനെ പിങ്കിയോട് പറയാണ്, പിങ്കി ആ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേ. അയ്യോ അമ്മായി, അത് പിന്നെ അവൻ നല്ല ഉറക്കമാണ്, അവനെ എണീറ്റ് കഴിഞ്ഞാൽ ആകെ പ്രശ്നം ഉണ്ടാക്കും, പിന്നെ എനിക്ക് പാലും കൊടുക്കാനുള്ളതാ, അതൊന്നും സാരമില്ല പിങ്കി, നീ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് താ. അങ്ങനെ പിങ്കി നിവൃത്തിയില്ലാതെ കുഞ്ഞിനെ അരുന്ധതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ പിങ്കി, കുഴപ്പമൊന്നുമില്ലല്ലോ, അവൻ എണീറ്റില്ലല്ലോ, അവൻ മിടുക്കനായിട്ടിരിക്കുന്നില്ലേ. ദേ അതാ പറയുന്നത്, നിന്റെ വെറും തെറ്റിദ്ധാരണ ഇതൊക്കെ, കുഞ്ഞൊരാളുടെ കയ്യിൽ തന്നെ ഇരിക്കുള്ളെന്ന്. അങ്ങനെയൊന്നുമില്ല. കുഞ്ഞിനെ ഓരോരുത്തരെടുക്കും തോറും അവരുടെ അടുത്തേക്ക് കൂടുതൽ അടുക്കും കുഞ്ഞുങ്ങൾ. അതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത. അവർക്ക് സ്നേഹവും ലാളനയും കൊടുക്കുന്ന രീതിയിൽ അവർ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചൊന്നും പിങ്കി ടെൻഷൻ ആവാൻ നിൽക്കണ്ട. അമ്മായി അതല്ല, അവനെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് പാല് കൊടുക്കണം, എന്നിട്ട് അവൻ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നതാണ് അവന് ഇഷ്ടം. ഇല്ല പിങ്കി, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ പിങ്കിയുടെ വെറും തോന്നലാണെന്ന്. ഇനി അതൊക്കെ പോട്ടെ, ആ കാര്യങ്ങളെല്ലാം വിട്ടേര്. ഇനി ആ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പം എല്ലാവരും അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് അരുന്ധതിയെ. അതായത് പിങ്കി, നീ നൊന്ത് പ്രസവിച്ച് കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നു, അത് സരോഗസി വഴിയിലൂടെയാണ് അല്ലേ? നീ കുഞ്ഞിന് പാലും കൊടുത്തു, അതേപോലെ തന്നെ ദേ ഇപ്പോൾ 28 കെട്ടും കഴിഞ്ഞു. ഇനി ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ഞാൻ കൈമാറാൻ പോവുകയാണ്, അതായത് നന്ദയ്ക്കും ഗൗതത്തിനും. ഇനി ഇത് നന്ദയുടെയും ഗൗതത്തിൻ്റെയും കുഞ്ഞാണ്, നിന്റെ അല്ല പിങ്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിങ്കിക്ക് അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. പിങ്കി ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ അരുന്ധതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അരുന്ധതി പറയാണ്, ദേ നന്ദമോളെ, എന്നാ കുഞ്ഞിനെ നീ സന്തോഷത്തോടെ ഏറ്റി മേടിച്ചോ. അപ്പോൾ നന്ദയ്ക്ക് വന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. അപ്പോൾ നന്ദ ആ കുഞ്ഞിനെ 2 കൈയും വെച്ച് മേടിക്കുകയാണ്. എൻ്റെ പൊന്നുമോനെ, അമ്മയുടെ കുഞ്ഞല്ലേടാ നീ. അപ്പോൾ പിങ്കിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിങ്കി പറയണില്ല, ഞാൻ സമ്മതിക്കില്ലെന്നോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? പിങ്കി, നീ വെറും ഒരു വാടകമ്മയാണ്. ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ അത് നന്ദയാ. പാല് കൊടുക്കാൻ മാത്രം നീ കുഞ്ഞിനെ മേടിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കുഞ്ഞിൻ്റെ നന്ദ നോക്കിക്കോളും. മനസ്സിലായല്ലോ? ഇനി നീ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരവകാശവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ഇല്ലമ്മായി, ഞാനതിന് സമ്മതിക്കില്ല. ഇതെൻ്റെ കുഞ്ഞാണ്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെ, അങ്ങ് പോയി പറഞ്ഞാൽ മതി പിങ്കി. ഇതൊന്നും നിന്റെ അടവൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. നീ ഇനി ആ കുഞ്ഞിൻ്റെ മേലെ അവകാശം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ അരുന്ധതിയുടെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കും. നീ മാറിപ്പോയിക്കോ. ഇല്ലമ്മായി, അമ്മ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് നന്ദയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുകയാണെന്ന് ഈ പിങ്കി. ഇത് കണ്ട അരുന്ധതിയാണെങ്കിൽ മാറി നിൽക്കടി അങ്ങോട്ട്. നന്ദയുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ മേടിച്ചു പോരുത്, നിനക്ക് ആ കുഞ്ഞിൽ ഒരവകാശമില്ല. അങ്ങനെയാണ് എഗ്രിമെൻറ്റ്. എന്ത് എഗ്രിമെൻറ്റ്? ഒരു എഗ്രിമെൻറ്റ് എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. എൻ്റെ കുഞ്ഞാണ് എനിക്ക് ഏറ്റവും വലുത്. ആ കുഞ്ഞ് എൻ്റെ സ്വന്തമാണ്, അല്ലാതെ നിങ്ങളുടെ ആരുടെ അല്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം. അവനെ ഞാനാ നൊന്തു പറ്റത്. നന്ദയ്ക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അരുന്ധതിക്ക് കാലി വന്നിട്ട്, മിണ്ടിപ്പോകരുത് നീ. ഇനി നിനക്ക് ഈ കുഞ്ഞിൻ്റെ മേലെ ഒരവകാശമില്ല. അരുന്ധതിയാ പറയുന്നത്. കുഞ്ഞിനെ തൊട്ടാൽ പിന്നെ ഇവിടെ വേറെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഇത് കേട്ട പിങ്കിയാണെങ്കിൽ കാണിച്ചു തരാം, ഞാൻ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം, കാണിച്ചു താടി എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ പിങ്കിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് റൂമിൽ പോയി കഥ കിടക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും പേടിച്ചു പോവുകയാണ്. ഈ ചിറ്റയാണെങ്കിൽ ഓടി ചെല്ലുകയാണ്. പിങ്കി, നീ എന്താ പിങ്കി കാണിക്കാൻ പോകുന്നത്? ഞാൻ കാണിച്ചു തരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. ഇനി ആരും എന്നെ കാണില്ല. എൻ്റെ അവസാനമല്ലേ എല്ലാവർക്കും ആഗ്രഹിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തു. അപ്പോൾ ഗൗതവും എല്ലാവരും കൂടി ഓടി വരികയാണ്. പക്ഷേ നന്ദ മാത്രം കൂടെ മാറി നിൽക്കുകയാണ്. കാരണം ഇതെല്ലാം ഇവിടെ വെറും അടവാണെന്ന് നന്ദയ്ക്ക് നന്നായിട്ട് അറിയാം. നന്ദയാണെങ്കിൽ കുഞ്ഞിനെയും കൈ പിടിച്ചുകൊണ്ട് ആശ്വാസപ്പെടുത്തുകയാണ്. കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലും. അപ്പോൾ ഗൗതം പറയാണ്, പിങ്കി വാതിൽ തുറക്കുന്നേ, നിന്നോട് വാതിൽ തുറക്കാനാണ് പറഞ്ഞത്. ഗൗതം മിണ്ടാതിരിക്കുക. ഗൗതം, ഞാൻ ഗൗതത്തെ ഒരുപാട് സ്നേഹിച്ചു. ആ ഒരുപാട് സ്നേഹിച്ചതിൻ്റെ ഇതാണ് എന്നെ ഈ വരെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ ഗൗതത്തെ സ്നേഹിച്ചു, പക്ഷേ ഗൗതത്തെ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയിലേക്ക് നന്ദ കയറി വന്നു. ഗൗതം എന്നെ മറന്നു. പിന്നെ അർജുനുമായിട്ടുള്ള എൻ്റെ കല്യാണം നടന്നു. അർജുനെ സ്നേഹിക്കാൻ പോലും എനിക്ക് തോന്നിയില്ല. അങ്ങനെ
ഒരു കണക്കിന് ഞാൻ അർജുനെ സ്നേഹിച്ച് തുടങ്ങിയപ്പോഴോ നന്ദ അതിലും കയറി ഇടപെട്ടു. നന്ദ കാരണം അർജുൻ എനിക്ക് നഷ്ടപ്പെട്ടു. ഇതൊക്കെ ഞാൻ സഹിച്ച് എല്ലാവരുടെ മുന്നിൽ ദേ ഒന്നും അല്ലാത്തവളായി നിൽക്കുകയാണ്. ആ സമയത്താണ് എനിക്ക് ഈ കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിനെയും കൂടി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കാനാണ് നിങ്ങളുടെയൊക്കെ ഭാവമെങ്കിൽ അത് നടക്കാനായിട്ട് പോകുന്നില്ല. കാണിച്ചു തരാം ഞാൻ എല്ലാവരെയും. എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കും, ആരും എന്നെ കാണൂല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി ആണെങ്കിൽ അലമാരയും തുറന്നിട്ട് ഒരു സാരി എടുത്തിട്ട് ഫാനി കെട്ടി തൂക്കിയിട്ട് അങ്ങനെ കഴുത്തിലേക്ക് കുരുക്കാൻ നോക്കിയാണ്. അപ്പോഴേക്കും ഗൗതത്തിനോട് പറയണം, വാതിൽ തല്ലി പൊടിക്കടാ. അങ്ങനെ വാതിലും തല്ലി പൊളിച്ചിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി തൂങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. പിങ്കി എങ്ങനെയോ പിടിച്ചിറക്കുകയാണ് ഗൗതം പറയണം, പിങ്കി നീ എന്താ കാണിക്കുക, എന്നെ വിട് ഗൗതം, എനിക്കിനി ജീവിക്കേണ്ട ഗൗതം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശി. അങ്ങനെ പിങ്കിയെ ഒരു കണക്കിന് അങ്ങോട്ട് തളയ്ക്കുകയാണ് നമ്മുടെ ഗൗതം. അങ്ങനെ പിങ്കിയാണെങ്കിൽ കിട്ടിയ അവസരം പാഴാക്കാതെ ഗൗതത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് അങ്ങോട്ട് കിടക്കണം. എല്ലാവരും പേടിച്ചു പോയി. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒന്ന് ആലോചിക്കുകയാണ്, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അരുന്ധതി പറയണം, അതെ ഇതിനൊരു തീർപ്പുണ്ടാക്കിയാൽ മതിയാവുള്ളൂ. അപ്പോഴാണ് നന്ദ വരുന്നത്. അപ്പോൾ നന്ദ പറയണം, അതെ അമ്മായി, ഇതിനൊരു തീർപ്പുണ്ടാക്കിയാൽ മതിയാവുള്ളൂ. നന്ദ കുഞ്ഞെവിടെ? കുഞ്ഞ് നല്ല ഉറക്കമാണ്. നീ പിങ്കിയുടെ കാര്യം അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു. പിങ്കി നല്ല ഉറക്കമാണ് അമ്മായി, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതെ, പിങ്കിയുടെ ജീവനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അവൾ ഇനിയും കടുങ്കൈ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റുമോ പിങ്കിക്ക്? എല്ലാ നിയമങ്ങളും വശങ്ങളും കാര്യങ്ങളും കൈകൾ ഉള്ളതല്ലേ. പിന്നെ എങ്ങനെയാ പിങ്കിക്ക് കുഞ്ഞിനെ വിട്ടുകൊടുക്കുന്നത്? അതൊന്നും നടക്കില്ല. നന്ദേ, നീ മിണ്ടാതിരിക്കുന്നതേ. അങ്ങനെ പിങ്കി അങ്ങനെ തള്ളിക്കളയാനായിട്ട് പറ്റുന്നില്ലല്ലോ. പിങ്കിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് അരുന്ധതി പറയുക. അപ്പോൾ അരുന്ധതിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും മന്ദിച്ച് നിൽക്കുകയാണ്. ഇനി അരുന്ധതി എന്ത് തീരുമാനമാവും എടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.